ഹരേ കൃഷ്ണ. തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതിയുടെ നടതുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ഞാനും ഇടയ്ക്കൊരു ദിവസം അമ്പലത്തിൽ തൊഴാൻ പോയിരുന്നേ. അമ്പലത്തിലൊക്കെ തൊഴുത് പുറത്തോട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ കാണുന്ന ചില കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ കാണുന്നതൊരു സന്തോഷമാണല്ലോ നമുക്ക്. അപ്പം നിങ്ങളിത് കാണുന്ന സമയം കൊണ്ട് ഞാനൊരു ചെറിയ കഥ പറയാം. ഭഗവാൻ കൃഷ്ണാവതാരം എടുത്ത് ഭൂമിയിൽ വന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ത്രേതായുഗത്തിന്റെ അവസാനത്തോടെ ഈ ഭൂമിയിൽ ധർമ്മം പകുതിയായി കുറഞ്ഞു. അതായത് അന്നത്തെ രാജാക്കന്മാരെല്ലാം അക്രമികളും സ്വാർത്ഥരും സാധുക്കളെ ഉപദ്രവിക്കുന്നവരും എല്ലാം ആയിട്ട് മാറി കേട്ടോ. വളരെ കുറച്ച് രാജാക്കന്മാർ മാത്രമേ സത്യവും നീതിയും എല്ലാം പാലിക്കുന്നവരായിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ദുഷ്ടരാജാക്കന്മാരുടെ ശല്യം കാരണം ഭൂമിദേവി വല്ലാതെ കഷ്ടപ്പെട്ടു അത്രേ. അപ്പൊ ഭൂമിദേവി എന്ത് ചെയ്തു? ഭൂമിദേവി ഒരു ഗോരൂപം പൂണ്ടിട്ട് ബ്രഹ്മദേവന്റെ അടുത്തേക്ക് പോവുകയാണ് സഹായത്തിനായിട്ട്. അപ്പൊ ഭൂമിദേവി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ബ്രഹ്മദേവൻ ചോദിച്ചു, എന്താ പ്രശ്നം, എന്നോട് പറയൂ, ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കി തരാം എന്തായാലും എന്നൊക്കെ പറഞ്ഞത്രേ. അപ്പം ഭൂമിദേവി പറയും, ഈ കാര്യങ്ങളെല്ലാം പറയും കേട്ടോ. ഈ ദുഷ്ടരാജാക്കന്മാരുടെ ശല്യം കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ അങ്ങോട്ട് തുടർന്നു പോവുകയാണെങ്കിൽ ഞാൻ പാതാള ലോകത്തോട്ട് തന്നെ അങ്ങ് പോയെന്നിരിക്കും. എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് കണ്ടു തരണം എന്ന് പറയും. അപ്പം ബ്രഹ്മദേവൻ പറയും, ദേവി, എനിക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വൈകുണ്ഠത്ത് പോവാം. അവിടെ സാക്ഷാൽ നാരായണൻ, ഭഗവാൻ നാരായണനെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ സങ്കടങ്ങളെല്ലാം പറയാം എന്ന് പറയും. അങ്ങനെ ഭൂമിദേവിയും ബ്രഹ്മദേവനും മറ്റു ദേവന്മാരും എല്ലാവരും കൂടെ വൈകുണ്ഠത്തെത്തി. അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഭഗവാൻ നാരായണനെ അവിടെ എങ്ങും കാണുന്നില്ല. അപ്പൊ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ബ്രഹ്മദേവൻ കണ്ണടച്ച് ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കണ്ണു തുറന്നിട്ട് പറഞ്ഞു, ഭൂമിദേവിയോട് മറ്റ് ദേവന്മാരോടും ഒക്കെ ആയിട്ട് പറഞ്ഞു, ഭഗവാൻ എൻ്റെ പ്രാർത്ഥനയിൽ സന്തോഷവാനായിട്ടുണ്ട്. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ദുഷ്ടരാജാക്കന്മാരെ എല്ലാം അമർച്ച ചെയ്യാനായിട്ട് ഭഗവാൻ ഉടൻ തന്നെ ഭൂമിയിൽ അവതരിക്കുന്നതാണ്. അപ്പം ആ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന മറ്റു ദേവന്മാരുണ്ടല്ലോ, അവരും അവരുടെ അംശത്താൽ മനുഷ്യജന്മം പൂണ്ട് പല രൂപത്തിലും ഭാവത്തിലും എല്ലാം അവരും ഭൂമിയിൽ അവതരിക്കണം ഭഗവാനെ സഹായിക്കാനായിട്ട്. അതായത് ഇപ്പം ത്രേതായുഗം അവസാനിച്ചു, ദ്വാപരയുഗം തുടങ്ങിക്കഴിഞ്ഞു. ഈ ദ്വാപരയുഗം അവസാനിക്കുന്ന കാലത്തോളം ഭഗവാൻ മനുഷ്യജന്മമെടുത്ത് ഭൂമിയിൽ ഉണ്ടാവും. ആ സമയം അവിടെ കൂടിയിരിക്കുന്ന ദേവന്മാരും ഭഗവാനെ സഹായിക്കാനായിട്ട് ഭൂമിയിൽ അവതരിക്കണം എന്ന് പറഞ്ഞു. അപ്പം അവിടെ വെച്ച് ഭഗവാൻ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട എല്ലാവർക്കും വലിയ സന്തോഷമായി കേട്ടോ. അങ്ങനെ ഭൂമിദേവി ബ്രഹ്മദേവനോട് യാത്ര പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് എല്ലാവരും അവരവരുടെ സ്ഥലത്തോട്ട് മടങ്ങിപ്പോയി. ഇനി നമുക്ക് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച കഥ കേൾക്കാം. മധുരയിലെ ഭോജരാജാവായ ഉഗ്രസേനന്റെ സഹോദരനായിരുന്നു ദേവകൻ. ദേവകന്റെ 7 പുത്രിമാരിലെ ഏറ്റവും ഇളയവളാണ് ദേവകി. സുന്ദരിയായ ദേവകിക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ ദേവകൻ അനുയോജ്യനായ വരനെ തിരഞ്ഞു തുടങ്ങി. അങ്ങനെ ദേവകൻ കണ്ടുപിടിച്ച വരന്റെ പേരാണ് വസുദേവർ. വസുദേവർ ആരാണെന്ന് അറിയാമോ? യാദവശ്രേഷ്ഠനായ ശൂരസേനന്റെ 10 പുത്രന്മാരില് മൂത്ത പുത്രനായിരുന്നു. ഈ 10 പുത്രന്മാരെ കൂടാതെ ശൂരസേനന് 5 പുത്രിമാരും ഉണ്ടായിരുന്നു. അപ്പൊ വസുദേവർക്ക് 5 സഹോദരിമാരും ഉണ്ട് കേട്ടോ. അതില് ഒരു സഹോദരിയാണ് കുന്തിദേവി, പഞ്ചപാണ്ഡവരുടെ അമ്മയായ കുന്തിദേവി. അങ്ങനെ വസുദേവരും ദേവകിയും തമ്മിലുള്ള വിവാഹം മധുരയിൽ വെച്ച് വളരെ ആഘോഷത്തോടെ നടത്തുവാണ്. ഉഗ്രസേന മഹാരാജാവിന്റെ 10 പുത്രന്മാരില് മൂത്തയാളാണ് കംസൻ. അപ്പൊ കംസന്റെ കസിൻ സിസ്റ്ററായിട്ട് വരുമല്ലോ ദേവകി. കംസന് ദേവകിയോട് ഭയങ്കര വാത്സല്യമായിരുന്നു.
സഹോദരിയാണല്ലോ. അപ്പം കംസനും ഈ വളരെ സജീവമായിട്ടാണ് കംസൻ ഈ കല്യാണത്തിൽ പങ്കെടുത്തത് കേട്ടോ. കൂടാതെ ഈ വസുദേവര് കംസന്റെ സുഹൃത്തുമായിരുന്നു. ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും കംസൻ ഈ കല്യാണം വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെയാണ് അതിൽ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദേവകി വസുദേവരുടെ വീട്ടിലോട്ട് പോവാണ്. അന്നത്തെ കാലത്ത് കുതിരകളെ ഓടിക്കുന്ന രഥത്തിലാണ് ഈ വധൂവരന്മാരെ യാത്രയാക്കുന്നത്. അപ്പൊ സഹോദരിയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് കംസൻ ആ ചുമതല അങ്ങ് ഏറ്റെടുത്തു. അതായത് കംസൻ പറഞ്ഞു, ഞാൻ തന്നെ തേര് ഓടിച്ച് വസുദേവരുടെ വീട്ടിലേക്ക് ദേവകിയെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു. അപ്പൊ തേര് ഓടിക്കുന്ന സൂതനെ മാറ്റിയിരുത്തിയിട്ട് കംസൻ രഥത്തിൽ കയറിയിരുന്നു. 4 കുതിരകളെ കെട്ടിയ ഒരു രഥമായിരുന്നു അത് കേട്ടോ. അപ്പൊ ഇത് കൂടാതെ ധാരാളം ആനകള്, കുതിരകള്, തേരുകള്, അളവറ്റ ധനം, ധാരാളം ദാസിമാര്, ഇതെല്ലാം ദേവകൻ ദേവകിക്ക് സ്ത്രീധനമായിട്ട് കൊടുത്തു അത്രേ. അപ്പം രഥത്തിന് പിറകെ ഇതെല്ലാം ഇങ്ങനെ വരിവരിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. 2 സൈഡിലും ഇങ്ങനെ വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ 2 സൈഡിലും നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും സന്തോഷമാണ് കേട്ടോ. ആഘോഷം നല്ലൊരു ആഘോഷമാണല്ലോ. അപ്പൊ കംസനും വസുദേവരും ദേവകിയും എല്ലാം സന്തോഷത്തിലാണ്. കംസന് ഭയങ്കര സന്തോഷമാണ്. കാരണം വസുദേവര് സൽസ്വഭാവിയാണെന്ന് കംസൻ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സഹോദരിക്ക് നല്ലൊരു ബന്ധം കിട്ടിയതിൽ കംസന് വളരെ സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഈ വസുദേവരുടെ ആദ്യത്തെ കല്യാണം അല്ലിത്. വസുദേവർക്ക് വേറെയും ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നല്ല തെളിഞ്ഞ ആകാശം, നല്ല കുളിർമയുള്ള കാറ്റ്, എല്ലാവർക്കും സന്തോഷം, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അശരീരി കേൾക്കുന്നത്. അശരീരി എന്ന് പറഞ്ഞാൽ ആകാശത്തുനിന്നൊരു ശബ്ദം കേൾക്കും. അത് ഒരു ദൈവത്തിന്റെ വാക്കുകളായിട്ടാണ് അന്നുള്ളവർ കണക്കാക്കിയിരുന്നത്. അശരീരി കേട്ടാൽ അത് സത്യമാകുമെന്നും അന്നുള്ളവർ വിശ്വസിച്ചിരുന്നു. അപ്പം ആ അശരീരി ഇപ്രകാരമായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ പറയും, ഹേ ദുരാചാരനായ കംസ, നിന്റെ സഹോദരി ദേവകിയുടെ ഗർഭത്തിൽ പിറക്കുന്ന 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായിരിക്കും. നിന്റെ എല്ലാ അഹങ്കാരവും അക്രമവും അവൻ ഇല്ലാതാക്കും. ഇങ്ങനെയായിരുന്നു അശരീരി കേട്ടോ. ആ അശരീരി കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയി. അങ്ങനെ ആ ഞെട്ടലിൽ നിന്ന് ഉണർന്ന ഉടനെ തന്നെ കംസൻ രഥത്തിൽ നിന്ന് അങ്ങ് ചാടി ഇറങ്ങിയിട്ട് ദേവകിയുടെ മുടിയിൽ അങ്ങോട്ട് പിടിച്ച് വലിച്ച് നിലത്തോട്ടങ്ങ് ഇട്ടെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്ര നേരം സ്നേഹത്തോടിരുന്ന ഒരു നിമിഷം കൊണ്ട് അതങ്ങ് മാറി കേട്ടോ. എന്നിട്ട് പറയും, ദുഷ്ടേ, നീ ജീവിച്ചിരുന്നാലേ ഉള്ളൂ നിന്റെ പുത്രൻ എന്നെ കൊല്ലുന്നത്. നിന്നെ ഞാൻ ഇപ്പൊ തന്നെ കൊല്ലാൻ പോവാണെന്ന് പറയും കേട്ടോ. ഇങ്ങനെ പറഞ്ഞിട്ട് കംസൻ വാളെടുത്ത് ഇങ്ങനെ വീശാൻ അങ്ങോട്ട് തുടങ്ങുകയും പിന്നെ നമ്മുടെ വസുദേവരില്ലേ രഥത്തിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് കംസന്റെ കയ്യിൽ കയറി അങ്ങ് പിടിച്ചു. ആ ടൈമിംഗ് ആണ് കേട്ടോ. അപ്പോഴാ കയ്യിൽ കയറി പിടിച്ചില്ലായിരുന്ന ദേവകി അപ്പം തന്നെ കംസൻ കൊന്നേനെ. അപ്പം ഈ കംസനും വസുദേവരും ഫ്രണ്ട്സ് ആണല്ലോ. കംസൻ അക്രമിയാണെന്ന് വസുദേവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് വസുദേവര് വേഗം കംസനോട് ഇങ്ങനെ സ്തുതിച്ച് പറയാൻ തുടങ്ങി കേട്ടോ. എന്ന് വെച്ചാൽ കംസനോട് പറയും, അല്ലയോ കംസ, ഭോജരാജവംശത്തിൽ അങ്ങേപോലെ വീരനായ ഒരുവൻ വേറെ ജനിച്ചിട്ടില്ലെന്നാണ് ജനങ്ങൾ പ്രകീർത്തിക്കുന്നത്. അങ്ങനെ പ്രശസ്തനായ അങ്ങ് ഒരു സ്ത്രീയെ, അത് സ്വന്തം സഹോദരിയെ കൊന്നാല് അത് അങ്ങയുടെ സൽപ്പേരിന് കളങ്കമാവത്തില്ലേ? അങ്ങനൊക്കെ ചോദിക്കും കേട്ടോ. പിന്നെ പറയും, ഈ കേട്ട അശരീരിയൊക്കെ സത്യമാവണമെന്നൊന്നും ഇല്ലല്ലോ. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ മരിക്കണ്ടേ? അതിന് ഈ സഹോദരി എന്തു പിഴച്ചു? ഈ അശരീരി അത് നമുക്ക് എല്ലാവർക്കും മരണമില്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. കണ്ടില്ലേ, അങ്ങയുടെ സഹോദരി പേടിച്ച് വിറയ്ക്കുന്നത് കണ്ടില്ലേ? അങ്ങേക്ക് ദയവുണ്ടായിട്ട് ഇവളെ വിട്ടയക്കണം, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇതിലൊന്നും കംസൻ വീഴത്തില്ല കേട്ടോ. കംസൻ പിന്നെ ആ ദേഷ്യപ്പെട്ട് അപ്പം കൊല്ലും എന്നുള്ള രീതി നിൽക്കുകയാണ്. അപ്പം വസുദേവർക്ക് എങ്ങനെയെങ്കിലും സ്വന്തം ഭാര്യയെ രക്ഷിക്കണം. അങ്ങനെ വസുദേവർ പറയും, ദേവകിയുടെ 8ാമത്തെ പുത്രനാണല്ലോ അങ്ങേക്ക് അപകടം ഉണ്ടാക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ദേവകിയുടെ 8ാമത്തെ പുത്രനെ പ്രസവിക്കുന്ന അപ്പോൾ തന്നെ അങ്ങയെ കൊണ്ട് ഏൽപ്പിക്കാം. ദേവകിയെ വിട്ടയക്കണം എന്ന് പറയും കേട്ടോ. വേണമെങ്കിൽ ഞങ്ങളുടെ എല്ലാ ഞങ്ങൾക്ക് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അതിന് മുമ്പുണ്ടാവുന്ന 7
കുഞ്ഞുങ്ങളെ കൂടെ ഞങ്ങൾ തന്നേക്കാം, എല്ലാ കുഞ്ഞുങ്ങളെയും തന്നേക്കാം, പക്ഷെ ദേവകിയെ കൊല്ലരുതെന്ന് പറയും കേട്ടോ. പാവം അല്ലേ. അപ്പൊ ആ സമയത്ത് വേറെ വഴിയില്ലല്ലോ ദേവകിയെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ആരും അങ്ങനെ പറയത്തില്ലല്ലോ കുഞ്ഞുങ്ങളെ കൊടുക്കാവുന്നൊന്നും, അല്ലേ? വസുദേവർക്ക് വേറെ വഴിയില്ല. ഇത് കേട്ടപ്പോൾ കംസൻ കുറച്ചൊന്ന് ശാന്തനായേ. എന്നിട്ട് കംസൻ വിചാരിക്കും, ശരിയാണല്ലോ, ദേവകിയുടെ 8ാമത്തെ പുത്രനല്ലേ എന്നെ കൊല്ലുമെന്ന് ഇപ്പം അശരീരിയിൽ പറഞ്ഞത്. അപ്പം അതിനുവേണ്ടി ഞാൻ എന്തിനാണ് എൻ്റെ സഹോദരിയെ കൊല്ലുന്നത്? ആ കുഞ്ഞുങ്ങളെ എല്ലാം തരാമെന്ന് വസുദേവർ ഏറ്റിട്ടുണ്ടല്ലോ. വസുദേവർ വാക്കു പാലിക്കുന്നവനാണ്, കുഞ്ഞുങ്ങളെ എല്ലാം കൊണ്ടു തരും. അപ്പം അത് മതിയല്ലോ എന്നിങ്ങനെ കംസൻ ഇങ്ങനെ ആലോചിക്കും. മാത്രമല്ല, ഞാനിപ്പോൾ എൻ്റെ സഹോദരിയെ കൊന്നാൽ ലോകം എന്നെ പഴിക്കും, വസുദേവരെ വിശ്വസിക്കാം എന്നുള്ളത് കംസൻ ഉറപ്പാണ്. അപ്പം അങ്ങനെ കംസൻ പൂർണ്ണ തൃപ്തിയോടൊന്നും അല്ലെങ്കിലും തിരിച്ച് വാള് ഉറയിലോട്ടിടും. എന്നിട്ട് ഒന്നും പറയാതെ രഥത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചങ്ങ് കൊട്ടാരത്തിലോട്ട് നടന്നു പോകും കേട്ടോ. അപ്പം തൽക്കാലം അന്തരീക്ഷം ഒന്ന് ശാന്തമായി. അപ്പം എന്തു ചെയ്യും? വസുദേവരും ദേവകിയും വസുദേവരുടെ വീട്ടിലോട്ടങ്ങ് പിന്നെ യാത്ര തുടരും എന്നാണ് കഥ കേട്ടോ. കംസൻ അങ്ങ് തിരിച്ചും പോയി. അപ്പം നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. എന്നിട്ട് പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കി പറയാമേ, കൃഷ്ണൻ്റെ ജനനമൊക്കെ. ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അശരീരി കേട്ടു. അശരീരി കേട്ടപ്പോൾ ഇത്രയും അക്രമിയും കുറച്ച് പവറുള്ള ആളാണല്ലോ കംസൻ. കംസന് വേണമെങ്കിൽ ദേവകിയെ വസുദേവരുടെ കൂടെ അയക്കാതിരിക്കാമായിരുന്നു, അല്ലേ? ഇന്നത്തെ കൂട്ട് ഡിവേഴ്സൊക്കെ അന്നുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അതില്ലെങ്കിൽ കൂടെ കംസന് വേണമെങ്കിൽ ദേവകിയെ വീട്ടിൽ കൊണ്ടുപോയി തടങ്കലിടുവോ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, അല്ലേ? പിന്നെ കല്യാണം കഴിപ്പിക്കാതിരിക്കായിരുന്നു. കുട്ടികൾ ഇരിക്കാനുള്ള മാർഗങ്ങളാണല്ലോ ഇതെല്ലാം. അതൊന്നും ചെയ്യാതെ ദേവകിയെ വസുദേവരുടെ കൂടെ അങ്ങ് വിട്ടു കംസൻ. അതൊന്ന്. പിന്നെ 2ാമത്തെ കാര്യം, ഇവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എല്ലാം കംസന് കൊടുത്തോളാമെന്ന് വസുദേവര് കംസനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പിന്നീടുള്ള കഥയിൽ വരുന്നതാണ്, ഈ കുഞ്ഞുങ്ങളെല്ലാം കംസൻ കൊല്ലുമല്ലോ, ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ. ഇതെല്ലാം കണ്ടിട്ട് ഇവർ പിന്നെയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 8ാമത്തെ കുഞ്ഞുങ്ങളെ വരെ എത്തിക്കും ഇവർ. അതെന്തിനാണ്? അപ്പം ഇതെല്ലാം നടക്കണമല്ലോ, എന്നാലല്ലേ ശ്രീകൃഷ്ണാവതാരം ഭൂമിയിൽ ഉണ്ടാവത്തുള്ളൂ. അതിനു വേണ്ടിയാണല്ലോ, എല്ലാം പ്രീ പ്ലാൻഡ് അല്ലേ എല്ലാം. അപ്പം നടക്കേണ്ട സമയത്ത് നടക്കും. നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ്, നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? അതൊക്കെ ആയിരിക്കും ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ തോന്നിയിരുന്നോ? ഓക്കെ. അപ്പം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കഥ ഞാൻ പറയാം കേട്ടോ.